ഗൈസ് സിറ്റ് വീലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അങ്ങനെ കൂലി കണ്ടു. ഞാനിന്ന് സിക്ക് ലീവ് എടുത്തത് കൊണ്ട് എൻ്റെ കൂലി നഷ്ടമായില്ല. അപ്പോൾ നമ്മൾ കൂലി കണ്ടത് നമ്മളുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം രാഗം തിയേറ്ററിലാണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ദ തിയേറ്റർ വാസ് ഓസം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഫ്രം ദ കർട്ടൻ റൈസർ മുതൽ വിഷ്വൽ ട്രീറ്റ് ആൻഡ് ഓഡിയൻസ് എല്ലാവരും വാസ് ഓവറോൾ നൈസ്. പടം ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെൽറ്റ് ആവറേജ്, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങളിതൊരു ലോകേഷിൻ്റെ മൂവി അല്ലെങ്കിൽ ഇതൊരു LCU ഭയങ്കര ഒരു പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചും. സോ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു നല്ല മൂവി, ഒരു ജസ്റ്റ് എബവ് ആവറേജ് ആയിട്ട് തോന്നും. ആ BGM ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പടം പോയേനെ. എന്താ നമുക്കിപ്പം ഓരോ സീൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഗൂസ് ബംസ് മൂമെൻറ്റ്സ് ഒക്കെ തോന്നത്തില്ലേ? അതൊന്നും ഇതിൽ തോന്നിയില്ല. എനിക്ക് ആകെ കൂടി ഇഷ്ടമായത് ഉപേന്ദ്രയുടെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് മാസ് സീൻസ്, എൻട്രി. നാഗാർജുനൊക്കെ വിളിച്ചു വരുത്തി എന്തൊക്കെ ചെയ്തു വെച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അമീർ ഖാൻ ഇടയ്ക്ക് വരുന്നുണ്ട്, ഒരു 5 മിനിറ്റ് വന്നിട്ട് 2 വെടി വെച്ചിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോകുന്നുണ്ട്. അല്ലാതെ മൊത്തത്തിൽ നോട്ട് സാറ്റിസ്ഫൈഡ്. നമ്മളിപ്പോൾ ഒരു മൂവി ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ പോയി കാണാം. മോശം പടമൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രീറ്റ് ബൈ ലോകേഷ് കനകരാജ്. പിന്നെ ലോകേഷിൻ്റെ ഇറങ്ങിയത് വെച്ചിട്ട് മറ്റുള്ള മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം എനിക്ക് തോന്നിയില്ല, നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഇറങ്ങിയതിൽ മോശം മൂവിയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ കുഴപ്പമില്ല, പോയി കണ്ടോ. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പോയി കാണാതിരിക്കരുത്. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ഇട്ടോ. ഗൈസ്, ഇതിൽ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായിട്ട് എനിക്ക് തോന്നി. അതിൽ കുറേ സ്റ്റോറികളാണ്. നമ്മളുടെ മറ്റുള്ള ലോകേഷ് മൂവീസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആക്ഷൻസിന് അധികം പ്രാധാന്യമില്ലാതെ ചെയ്തൊരു മൂവി പോലെ. രജനി അണ്ണനൊക്കെ തകർത്തിട്ടുണ്ട്. ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾ മാക്സിമം തകർത്തടിച്ച് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നമുക്ക് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റും മൊത്തത്തിലൊരു അവസാനമൊക്കെ ആയപ്പോഴത്തേനും എങ്ങനെയും പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലേക്കായിപ്പോയി. ഞാനിതൊന്നുമല്ല ആലോചിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു 4000 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്തെന്ന്. അവരുടെയൊക്കെ അവസ്ഥ പാവങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് മൂവി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ തെറി പറയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടിട്ട് പറയും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ അറിയിക്കും കേട്ടോ.